സമരമാണ്, ഹോട്ടലുകൾ അടച്ചിടാൻ പോവാണ്. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർ ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടുപോവുക, അത് മറക്കണ്ട. പിന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക, സേഫായിട്ട് വീട്ടിലിരിക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും സൊല്യൂഷൻസ് സർക്കാർ എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇതിലും വലിയ പ്രതിസന്ധിയൊക്കെ നമ്മൾ തരണം ചെയ്തവരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നായി ഒറ്റക്കെട്ടായിട്ട് ഈ പ്രതിസന്ധി നേരിടണം. ഗ്യാസ് കുറച്ച് ഉപയോഗിക്കുക, വിറകടുപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നവർ അത് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അത് ഹെൽപ്ഫുള്ളായിരിക്കും. സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ചില മുൻഗണനാ സ്ഥാപനങ്ങളിലേക്ക് ഗ്യാസ് എത്തിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നീക്കി വെക്കുന്നുണ്ട് ഗ്യാസ് സിലിണ്ടറുകളിൽ. കാരണം ആ മുൻഗണനാ പട്ടികയിൽ ഹോട്ടൽ എന്തായാലും ഇല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ, അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഹോസ്റ്റലുകൾ, ആശുപത്രികൾ, അങ്ങനത്തെ കുറച്ച് നമുക്കറിയാലോ അവിടങ്ങളിൽ എന്തായാലും ഗ്യാസിൻ്റെ ആവശ്യം. ക്യാൻറ്റീനുകൾ, അവിടെയുള്ള ക്യാൻറ്റീനുകളൊക്കെ ഗ്യാസിൻ്റെ അത്യാവശ്യമുണ്ട്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിലേക്ക് സർക്കാർ ഗ്യാസ് തീരും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നീക്കി വെക്കുന്നുണ്ട്. അത്തരം തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുന്നവർ മിതമായിട്ടൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ ഗ്യാസിൻ്റെ പ്രതിസന്ധി വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയപ്പോൾ അവിടുത്തെ മെനു ഒക്കെ വെട്ടിക്കുറിച്ചു. കുറച്ച് സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വിറകടുപ്പിൽ വിറകൊക്കെ ഭയങ്കരമായിട്ട് കൂമ്പാരം പോലെ അവിടെ ഫ്രണ്ടിൽ ഇറക്കി വെച്ചത് കണ്ടായിരുന്നു. ഞാൻ കൊച്ചിയിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ടീ ചോദിച്ചപ്പോൾ ഇല്ല, കോഫി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. വട ചോദിച്ചപ്പോൾ വടയില്ല. അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദോശ, ഗീ റോസ്റ്റും മസാല ദോശൻ്റെ ഒക്കെ വലിപ്പം ഭയങ്കരമായിട്ട് ചെറുതായിട്ടുണ്ട്. ഈ ഉള്ള ഇഷ്യൂ കൂടുമ്പോൾ നമുക്കറിയാം ഫുഡിൻ്റെ പൈസ കൂടും. പക്ഷെ കൊച്ചിയിൽ അങ്ങനെ ഹോട്ടലുകളൊന്നും പൂട്ടിയിട്ടില്ല. എങ്കിലും ഈ ഹോട്ടലുകളിലെ ഡിഷസ് കുറഞ്ഞിട്ടുണ്ട്. ഫുഡ്, അതുപോലെ തന്നെ ചോറ്, നമുക്കറിയാം ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാൻ എത്തുന്നതാണ്. ഇവിടെ ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ പെട്ടെന്ന് ഊണൊക്കെ തീരുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. കാരണം കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ, ക്വാണ്ടിറ്റി കുറച്ചു. അപ്പോൾ അത്തരം പ്രതിസന്ധികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇനി എല്ലാ ഹോട്ടലുകളും പൂട്ടേണ്ട അവസ്ഥ വരുമോ എന്നറിയത്തില്ല. എങ്കിലും എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രതിസന്ധിയും തരണം ചെയ്യാം.